നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പത്രമാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ ഡ്രഗ്സിനെ കുറിച്ചിട്ടാണ്. ജീവിക്കാൻ ഒരു ലഹരി വേണം, അത് ജീവിതമാകുന്ന ലഹരിയാണ് എന്നാണ് ക്യാപ്ഷൻ. ശരിയാണ്, ശരിക്കും ഒരു ജീവിക്കാൻ ഒരു ലഹരി വേണം. അങ്ങനെ ലഹരി വേണമെന്നൊന്നുമില്ല. ആക്ച്വലി നമുക്ക് ലഹരി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ സാധനമല്ലേ, നമ്മളെ ഉത്തേജിപ്പിക്കാൻ. നമ്മൾ പാഷനായ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം വേറെ. അല്ല, അങ്ങനെ ചെയ്യുമ്പോൾ ഹാപ്പി ഹോർമോൺ കൂടുന്നു എന്ന് പറയുന്നു. അതെ, നമുക്ക് പാഷനായിരിക്കുന്ന നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഹാപ്പി ഹോർമോൺ കൂടും. അത് ലഹരി എന്ന് പറയുന്ന സാധനം നമുക്ക് ഇതിനെ എതിർക്കാൻ വേണ്ടി വേറൊരു ലഹരി കൊണ്ട് വെക്കുന്നത് എങ്ങനെ യുക്തിപരമായി ശരിയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചില ആൾക്കാരുടെ പ്രസ്താവനകളൊക്കെ ഞാൻ കാണാനിടയായി പേപ്പറിലൊക്കെ, നിങ്ങളുടെ ലഹരി ഇങ്ങനെയാവണം, പഠനം ലഹരിയാവണം എന്നൊക്കെ. സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. പഠനം ലഹരിയാവുമോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വരുമ്പോൾ, അങ്ങനെ പറയുമ്പോൾ തന്നെ ചിലപ്പോൾ ഇതാണ് ലഹരി, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും നല്ല ലഹരി വേറെ. പിള്ളേർക്ക് ബുദ്ധിയുണ്ടല്ലോ, അവർക്കറിയാം ഇത് വേറെ ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. പഠനം എങ്ങനെയാണ് ലഹരിയാണ്. അപ്പോൾ തന്നെ അവർ കളയും. ഇത് ആ സാധനം തന്തമായി പാന്ന് ഓർത്തുന്ന അപ്പോഴേ അവൻ കളയും. ഈ പിള്ളേരെ മനസ്സിലാക്കുന്നില്ല എന്നതാണ് പ്രശ്നം. ഇപ്പോഴും നമ്മൾ ഈ തന്തവൈബ് എന്ന് പറയുന്ന കാര്യം ഒരു യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞപ്പം എവിടെയാണ് അത് അപ്ലിക്കബിൾ ആവുന്നത്? ഈ മക്കളെ മനസ്സിലാക്കാതെ നമ്മൾ കൊടുക്കുന്ന ഓരോ ഉപദേശങ്ങളും അത് ഈ ജനറേഷൻ്റെ പ്രശ്നങ്ങളില്ലേ. അതായത് നമ്മൾ ഓരോ ഇപ്പം മില്ലേനിയൻസ്, ടെക്സാവി, ആൽഫ കുഞ്ഞുങ്ങൾ, ഇനിയിപ്പോൾ ബീറ്റ കുഞ്ഞുങ്ങളുടെ കാലമാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് ബേബി ബൂമേഴ്സ്, ഇങ്ങനെ ഓരോ കാറ്റഗറി ഓഫ് ആളുകളെ ക്ലാസിഫൈ വെച്ചിട്ടുണ്ടല്ലോ. അപ്പം അവരുടെ കാഴ്ചപ്പാടും അവർ വളർന്നു വന്ന സാഹചര്യം വെച്ചിട്ട് ഈ കാലത്തുള്ള കുട്ടികളെ കാണുമ്പോഴാണ് ഈ പ്രശ്നം. അതെ അല്ലേ? അതെ. അതായത് ഈ കാലഘട്ടത്തിലെ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മുടെ പേരൻസ് അവരുടെ ആ ജനറേഷനിൽ ഉള്ളവർ എത്രമാത്രം കഴിവുള്ളവരാണ് എന്നുള്ളതാണ്. ശരിക്കും പേരൻ്റ് ആവാൻ അവരെവിടെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്ക് ഒരു ജന്മം നൽകി അതിനെ വളർത്തുന്നു, പോകുന്ന വഴിയാൽ വളർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേനും ഒരു തിയററ്റിക്കലായിട്ട് ഓരോ സ്റ്റേജിനും 3 വയസ്സ് വരെ ഒരു ഇതാണ്, 3 തൊട്ട് 6 വരെ ഇതാണ്, പിന്നെ 12 വരെ ഇതാണ്, 12 തൊട്ട് 18 വരെ ഇങ്ങനെയാണ് എന്നുള്ള ഒരു സിസ്റ്റം കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്ത ഒരുപാട് പേരൻസ് ഉണ്ട്. ഒത്തിരി പേരുണ്ട് അല്ലേ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോണിൻ്റെ കാര്യം വെച്ചിട്ട് നമുക്കൊരു ഉദാഹരണം പറയാം. 5 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന മൊബൈൽ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമ്മൾ ഇപ്പോഴത്തെ പുതിയ ആപ്പിൾ ഇൻ്റലിജൻസിൽ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ട് കാര്യം. അത് കറക്റ്റായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. അതാണ് നമ്മൾ ഈ കുട്ടികൾ വളരെ ഇൻ്റലിജൻ്റ് ആയ കുട്ടികളാണ്. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അവൻ അപ്പോഴേ കത്തും ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഒരു ലഹരി ഉപയോഗിക്കരുത് എന്ന് ഒരു പയ്യനോട് നമ്മൾ ഉപദേശിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ചോദിക്കുന്ന ചോദ്യം, ഉപയോഗിച്ചാൽ എന്താ? അവൻ അതിനുള്ള ഇൻ്റലക്ച്വൽ റീസൺ കിട്ടുന്നോടം വരെ അവനത് തുറന്നുകൊണ്ടേയിരിക്കും. അല്ലാതെ അനുസരിക്കാൻ വേണ്ടി അപ്പൻ പറയുന്നു, അമ്മ പറയുന്നു, ടീച്ചർ പറയുന്നു, അതുകൊണ്ട് ഞാൻ അനുസരിച്ചേക്കാം എന്ന് ചിന്തിക്കുന്ന കുട്ടികൾ എന്തോരം വളരെ കുറവേ ഉണ്ടാവുള്ളൂ. അല്ലാതെ അവനൊരു റീസൺ വേണ്ട, അവനതിനുള്ള റീസൺ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ടോ? അല്ലാതെ ഇങ്ങനെയുള്ള ചില ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അപ്പോഴേ ഇത് ബോറ് പരിപാടിയാണ് എന്നോർത്തുകൊണ്ട് അവരപ്പോഴേ സ്കിപ്പ് ചെയ്ത് കളയത്തുള്ളൂ. നമ്മൾ ശരിക്കും ഇങ്ങനെ നമ്മൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് പോലും ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് റീസെൻ്റ്ലി എന്തോ ഒരു ഞാനിപ്പോൾ ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സാക്ട്ലി അതൊന്ന് പറഞ്ഞു. നമ്മൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇപ്പോഴത്തെ ജനറേഷൻ്റെ മക്കളെ മനസ്സിലാക്കാനുള്ള ക്ഷമ അധികാരികൾക്കോ പേരൻസിനോ അധ്യാപകർക്ക് അടങ്ങുന്ന ഒരു പഴയ ജനറേഷൻ ഇല്ല എന്ന് എനിക്ക് തോന്നി. അതായത് പഴയ ജനറേഷൻ ഇപ്പോഴത്തെ കുട്ടികളെ മനസ്സിലാക്കുന്ന മനസ്സിലാക്കാനായിട്ട് അതിനുള്ളൊരു ക്ഷമയില്ല, എമ്പതൈസ് ചെയ്യുന്നില്ല, ഒരു ജഡ്ജ്മെൻ്റലായിട്ടാണ് ചെയ്യുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം അബ്ദുൽ കലാം മാർഗിൽ പോവാണ് രാത്രി. അതെവിടെയാണ്? നമ്മുടെ ഹൈക്കോടതിനടുത്ത് അബ്ദുൽ കലാം മാർഗ്. ഇടയ്ക്ക് രാത്രി പോയി അവിടെ പോയി ഇരിക്കാറുണ്ട്. അപ്പോൾ കുറച്ച് കുട്ടികൾ ഗിത്താറൊക്കെ വായിച്ച് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല അവർ, കള്ളുകൂടിയോ ബഹളം ഒന്നുമില്ല. ഗിത്താർ പാടിച്ച് എല്ലാവരും പിള്ളേർ പാട്ട് പാടുക. ഉടനെ കുറച്ച് കഴിയുമ്പോൾ പോലീസ് വന്നു, ഓടാന്ന് പറഞ്ഞിട്ട് ഓടിച്ചു. എല്ലാവരും ഓടി, റൂഡായിട്ട് ഒരു ബഹുമാനമില്ല. അവരൊരു കുഴപ്പമുണ്ടാക്കുന്നത് മണിക്കായിരിക്കും, ഏകദേശം എത്ര മണി മുതൽ? ഒരു 11:30 മണി സമയത്താണ്. അപ്പോൾ അത് നമ്മുടെ ഉള്ളിലെ ചില ചോദ്യങ്ങൾ വരും. 11:30-ക്ക് ശേഷം എന്തിനാണ് അവിടെ ഇരിക്കുന്നതെന്നൊരു ചോദ്യം വേണമെങ്കിൽ തന്തവൈബ് തോട്ടുള്ള ആൾക്കാർക്ക് വേണം ചോദിക്കാമല്ലോ. അതെ അല്ലേ? കുട്ടികൾക്കും ചിന്ത ഉണ്ടാവുമല്ലോ. അവൻ ജീവിക്കുന്നത് ഇന്ത്യ രാജ്യത്താണ്, അവനൊരു കുഴപ്പവും ഉണ്ടാക്കുന്നില്ല, ഒരു പബ്ലിക് പ്ലേസ് ആണ്, അവിടെ പോയി ഇരുന്നാൽ എന്താണ് കുഴപ്പം എന്ന് ചിന്തിക്കുന്നതിന് എന്താണ് അതൊരു ന്യായക്കേടുള്ളത്? അവരൊരു കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലീസ് ഇടപെടണം. അത് പക്ഷേ അവിടെ നോട്ടീസ് ചെയ്യപ്പെടുന്ന എനിക്ക് തോന്നുന്ന ടൈം ആയിരിക്കാം. അല്ലേ? ഓക്കെ, അതായിരിക്കാം. പക്ഷേ അതൊരു പ്രശ്നമായിട്ട് കാണേണ്ട കാര്യമില്ല. പിന്നെ അവിടെ എനിക്ക് ഒരു ഇതുള്ളതെന്നറിയോ, ഞാൻ അവർ ആ മ്യൂസിക് ചെയ്തതിനോട് ഞാൻ
പോസിറ്റീവായിട്ടേ പറയുള്ളൂ. പക്ഷെ അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ എൻ്റർടൈൻമെൻറ്റുകൾ എന്തൊക്കെയുണ്ട് എന്നൊരു ചോദ്യമാണ് അല്ലേ. ആകെയുള്ളത് സിനിമ മാത്രമാണ് ഒരു വിനോദം എന്ന രീതിയിൽ. സിനിമയിൽ ഇഷ്ടമില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. മ്യൂസിക് അതെ, ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. എത്ര മ്യൂസിക്കൽ ഷോകൾ നമുക്ക് വീക്കെൻഡിൽ കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ തിയേറ്റേഴ്സ് എത്രണ്ണോ ഉണ്ട് അല്ലേ. അതായത് പലതരത്തിലാണ് വിനോദം. പാർക്കിൽ പോയിരിക്കുക, ഒരു ഹൈജീൻ ആയിട്ടുള്ള എത്ര പാർക്ക് നമുക്കിവിടെ ഉണ്ട് ഇല്ലേ. അപ്പം ചിലർ അവരവരുടെ ഇഷ്ടങ്ങൾ മ്യൂസിക്കായിട്ട് അവരവരുടെ ശാന്തതയിൽ തിരക്കുകളില്ലാതെ ഹോണടി സൗണ്ട് ഇല്ലാതെ അവർ തീരെ തിരുന്ന് ചിലപ്പോൾ പാടിയിട്ടുണ്ടാവാം അല്ലേ. പക്ഷെ അത് ഈ പ്രായത്തിൽ ഇപ്പോഴത്തെ പിള്ളേരുടെ അത് ശരി തന്നെയാണ്. പക്ഷെ നിയമത്തിൻ്റെയോ അല്ലെങ്കിൽ അധികാരികളുടെയോ അവരെ മനസ്സിലാക്കാത്ത ആൾക്കാരുടെയോ മുമ്പിൽ അത് തെറ്റാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതൊരു ജഡ്ജ്മെന്റലാണ്. നമ്മൾ അവരെ ജഡ്ജ് ചെയ്ത് തോറും അവർ നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അവരെ ചേർത്ത്, അതെ, നമ്മൾ ചേർത്ത് നിർത്തുമ്പോൾ മാത്രമേ അവരിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പവർ ഉപയോഗിച്ച് ഇതിൽ നിന്ന് അവരെ മാറ്റാൻ നോക്കിയാൽ നടക്കില്ല. കാരണം അവനറിയാം അവനൊരു ഇൻഡിവിജ്വലാണ്, അവന് സ്വാതന്ത്ര്യം ഉണ്ടെന്ന്. അപ്പം നമ്മൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശയങ്ങൾ അവൻ്റെ ബുദ്ധിക്ക് പറ്റുന്നതാവണം, അവൻ്റെ വൈബിന് പറ്റിയതായിരിക്കണം. അവനോട് നമ്മൾ കാര്യം പറയുമ്പോൾ അതിന് കണക്കായിട്ടായിരിക്കണം. അവന് സ്പേസ് വേണം, അവന് എൻജോയ്മെൻറ്റ് സ്പേസ് വേണം. എൻജോയ് ചെയ്യുക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ നീഡാണ്. അത് അവന് കിട്ടുന്ന ദാനമൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ പ്രശ്നം മുമ്പ് പറഞ്ഞതുപോലെ എൻജോയ്മെൻറ്റിനോട് ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. എന്തിനാ എൻജോയ്മെൻറ്റ്? പഠിക്കുക, പൈസ ഉണ്ടാക്കുക, സമ്പാദിക്കുക, കല്യാണം കഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില ഫോർമൽ ചില ഫ്രെയിമുകളാണ് നമ്മുടെ ജീവിക്കുന്നത്.